ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയശങ്കർ അക്ഷരയ്ക്ക് നിരഞ്ജനും മാലിനിയും തമ്മിലുള്ള ആ വീഡിയോ കാണിച്ചു കൊടുത്തതോടുകൂടി അക്ഷരയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. എന്നിട്ട് അക്ഷര പറയുകയാണ്, ഞാൻ ചെയ്ത തെറ്റിനുള്ള തിരിച്ചടി എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പക്ഷേ അത് എന്തായിരിക്കും ആ തിരിച്ചടി എന്നായിരുന്നു എനിക്ക് അറിയേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, വാളെടുത്തവന് വാളുകൊണ്ട് തന്നെയാണ് മരണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ജയശങ്കർ പറയാണ്, ഡോക്ടർ മാലിനി എന്നാണ് ഇവരുടെ പേര്. നിരഞ്ജനും മാലിനിയും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചവരാണ്. ഇവർ ഫ്രണ്ട്സുകളായിരിക്കാം, അങ്ങനെയാണ് എന്നോട് നിരഞ്ജൻ പറഞ്ഞത്. മറ്റുള്ള സംശയങ്ങളൊന്നും എനിക്ക് വ്യക്തമായി അറിയില്ല. അതെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് മോളോട് എനിക്ക് പറയാൻ കഴിയൂ. അപ്പോൾ അക്ഷര പറയണേ, അങ്ങനെ വല്ലതും അറിഞ്ഞാലും ഡാഡി എന്നോട് പറയില്ലല്ലോ, ഞാൻ വിഷമിക്കുമെന്ന് കരുതി. പക്ഷേ ഡാഡി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്ക് ഒരു വിഷമവുമില്ല. ചില കാര്യങ്ങൾ ഞാനും മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജയശങ്കർ പറയണേ, മോളെ നീ വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യരുത്. ഇല്ല, ഒരിക്കലും ഡാഡിയെ വിഷമിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അക്ഷര പോവുകയാണ്. പിന്നീട് ദേവിക ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോൾ പ്രേമയുടെ അവസ്ഥയോർത്ത് കാര്യങ്ങളൊക്കെ വിഷമത്തോടു കൂടി രംഗം നിൽക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് ചേച്ചിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഒരു മാറ്റവുമില്ല, ഞാൻ എന്തായാലും പ്രേമയ്ക്കുള്ള മരുന്ന് വാങ്ങിയിട്ട് വരാം, ദേവിക ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേവിക ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേവിക എന്ന് പറഞ്ഞുള്ള ഒച്ച എടുത്തുകൊണ്ടുള്ള ഒരു വിളി കേൾക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ദേവിക തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പ്രേമ കണ്ണു തുറന്ന് ദേവികയോട് സംസാരിക്കുന്നതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ദേവിക തന്നെ വിശ്വസിക്കുന്നില്ല, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് വീണ്ടും ദേവികയോട് പറയണേ, നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്, നിന്നെ തന്നെയാണ് ഞാൻ വിളിച്ചത്, ആ കതക് പോയി കുറ്റിയിട് എന്ന് പറയുമ്പോൾ ദേവിക അന്തം വിട്ട് നിൽക്കാണ്ട്, നിന്നോടല്ലേ പറഞ്ഞത് ആ കതക് കുറ്റിയിടാൻ എന്ന് പറഞ്ഞപ്പോൾ ദേവിക പെട്ടെന്ന് പോയി കതക് കുറ്റിയിടുകയാണ് കേട്ടോ. എന്നിട്ട് പ്രേമ പറയണേ, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ എല്ലാവരുടെയും അവസ്ഥയും പെരുമാറ്റവും അറിയാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം എനിക്ക് ബോധമില്ലാത്തതുപോലെ അഭിനയിച്ചതാണ്. എന്നെ ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു വിഭ്രാന്തി പോലെയായിരുന്നു. എനിക്ക് നല്ല ക്ഷീണവും നല്ല തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്താണെന്നല്ലേ ദേവിക നിനക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞ് പ്രേമ എല്ലാ കാര്യങ്ങളും ദേവികയോട് വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ചന്ദ്രയാണ്. ചന്ദ്രയും വിഷ്ണുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടതോടുകൂടിയാണ് ചന്ദ്ര എന്നെ തലക്കിടിച്ച് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അവൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ എന്തിനാണ് സിദ്ധുവിനെ വിവാഹം കഴിച്ചത് എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള അഭിനയം ഇനിയും തുടർന്നേ മതിയാവൂ. കാരണം അവളും വിഷ്ണുവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മളിൽ ഒരാളുടെയും ജീവൻ ഇനി നഷ്ടപ്പെട്ടുകൂടാ. പിന്നെ വിഷ്ണു അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ചന്ദ്ര സിദ്ധുവിനെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അത് എന്തിനാണെന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. എന്തിനും പോന്ന് ശരത്തുണ്ടല്ലോ ചന്ദ്രയ്ക്ക് സഹായത്തിന്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു അസുഖമില്ല എന്നുള്ള കാര്യവും ചന്ദ്രയാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്നുള്ള കാര്യം ഒരിക്കലും സിദ്ധുവും എൻ്റെ വീട്ടുകാരും അറിയരുത്. അത് എനിക്ക് നീ സത്യം ചെയ്തു തരണം എന്ന് പറഞ്ഞ് പ്രേമ ദേവിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക പറയണ, സിദ്ധുവും വീട്ടുകാരുമൊക്കെ പ്രേമേച്ചിയുടെ ഈ അവസ്ഥ കാരണം വല്ലാത്ത വിഷമത്തിലാണ്. അപ്പോൾ പിന്നെ അവരെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ചന്ദ്രയുടെ അടുത്ത നീക്കം എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഞാനിങ്ങനെ സുഖമില്ലാതെ കിടന്നേ മതിയാവൂ. കാരണം അവൾ എന്നെ കൊല്ലാനും മടിയില്ലാത്തവളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ. ആ സ്ഥിതിക്ക് എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളും ശരത്തും വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് അവരുടെ അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അതുവരെ ക്ഷമയോട് കൂടി കാത്തിരിക്കണം. അപ്പോൾ ദേവിക പറയണ, അപ്പോൾ സിദ്ധുവിൻ്റെയും ചന്ദ്രയുടെയും വിവാഹം നടന്ന ആ സർട്ടിഫിക്കറ്റ് ഇനി ഒരു വാല്യൂമില്ല. ഇപ്പോൾ സിദ്ധുവും ചന്ദ്രയും രണ്ട് വ്യക്തികൾ മാത്രമാണ്. ഇത് കോടതിയിൽ പോലും നിലനിൽക്കില്ല. കാരണം ചന്ദ്രയുടെ ആദ്യ വിവാഹം വിഷ്ണുവുമായി കഴിഞ്ഞതിനുള്ള ആ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സിദ്ധുവുമായിട്ട് ചന്ദ്ര ഉണ്ടാക്കിയ ആ എഗ്രിമെൻ്റ് ഒന്നും ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല ചേച്ചി. ഇക്കാര്യങ്ങളൊക്കെ ചന്ദ്രയെക്കുറിച്ചുള്ളതെല്ലാം സിദ്ധുവിനോട് പറയുന്നതല്ലേ ചേച്ചി എന്തുകൊണ്ടും നല്ലത് എന്ന് പറയുമ്പോൾ പ്രേമ പറയണ്ട എന്ന് തന്നെ പറയണം. കാരണം ഈ രഹസ്യം സിദ്ധുവും രംഗേട്ടനും അറിഞ്ഞാൽ ഉറപ്പായും അവർ സിദ്ധുവിനെയും
രംഗനെയും ഇല്ലാതാക്കും. അത് കേട്ടപ്പോൾ ദേവിക പറയാണ്, അത് പ്രേമിച്ച് പറഞ്ഞത് ശരി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇക്കാര്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഞാൻ എന്തായാലും ആരോടും ഈ രഹസ്യം പറയാൻ പോകുന്നില്ല. എന്നിട്ട് ഇവരെ 3 പേരെയും നമുക്ക് ഒരു ചങ്ങലയിട്ട് പൂട്ടണം. വിഷ്ണുവിനെയും ചന്ദ്രയെയും ശരത്തിനെയും. അതിനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവികയും പ്രേമയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് ജയശങ്കറിൻ്റെ അടുത്തേക്ക് നിരഞ്ജൻ ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, അല്ല സാർ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ആ ഞാൻ പോയിരുന്നു. എന്താ നിരഞ്ജ, എന്താ നിനക്കത് ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇഷ്ടക്കുറവായിട്ടല്ല, സാറിന് എൻ്റെ അമ്മയെ ഇഷ്ടമില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് സാർ അവിടേക്ക് പോയത്, അതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് നിൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തിനാണ് സാർ അവിടേക്ക് പോയത് എന്ന്. സാറിന് അറിയാവുന്നതല്ലേ എനിക്ക് ഏറ്റവും ഈ ലോകത്ത് പ്രിയപ്പെട്ടത് എൻ്റെ അമ്മയാണെന്നുള്ളത്. അതെനിക്കറിയാം, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ അത് ഭാര്യയ്ക്കായിരിക്കും സ്ഥാനം. നീ അങ്ങനെയാണല്ലോ പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. നിനക്ക് നിൻ്റെ ഭാര്യയെക്കാളും പ്രാധാന്യം അമ്മയാണെന്നുള്ളത് എനിക്ക് തോന്നി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിരഞ്ജനി, ഇന്നല്ലെങ്കിൽ നാളെ നിനക്കൊരു വയ്യായിക വന്നാൽ നിന്നോടൊപ്പം ആരാണ് ഉണ്ടാവുക എന്നുള്ളത് നീ അന്നേണ് മനസ്സിലാക്കാൻ പോകുന്നത്. അമ്മയാണോ ഭാര്യയാണോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് നീ മനസ്സിലാക്കണം. അമ്മയ്ക്ക് അമ്മയുടെ പരിധികളുണ്ട് നിന്നെ ശുശ്രൂഷിക്കുന്നതിലെല്ലാം. പക്ഷേ ഭാര്യ അങ്ങനെയല്ല, ഭാര്യയാണ് എപ്പോഴും ഉണ്ടാവുക. അത് നീ മനസ്സിലാക്കണം. പിന്നെ ഏതൊരു ബന്ധത്തിനും അതിൻ്റെതായ അകലം പാലിച്ചു കൊണ്ടുവേണം ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് നിരഞ്ജൻ്റെ ജീവിതത്തിന് തന്നെയാണ് നാളെ അത് ദോഷം വരാൻ വേണ്ടി പോകുന്നത്. നിനക്കറിയാവുന്നതല്ലേ ശത്രുക്കളെക്കുറിച്ച്. അവരുടെ ഒരു കളിപ്പാവ ആവാൻ ഒരിക്കലും നിരഞ്ജൻ നിന്ന് കൊടുക്കരുത്. ഞാൻ നിരഞ്ജൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അല്ല സാറിനപ്പം എന്നെക്കുറിച്ച് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിന്നെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. പക്ഷേ ഞാൻ കരുതിയതുപോലെ ഒന്നുമല്ല നിരഞ്ജൻ എന്നുള്ളത് നിരഞ്ജൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുകൂടി നിരഞ്ജൻ അതിൽ കൂട്ടിച്ചേർക്കരുത് എന്നൊക്കെ പറഞ്ഞ് ജയശങ്കർ ഉപദേശിച്ച ശേഷം അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ നിരഞ്ജൻ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇവർക്കെല്ലാവർക്കും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് അക്ഷരയെ ജീവൻ തന്നെയാണ്. പക്ഷേ അക്ഷരയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിരഞ്ജൻ നിൽക്കുന്നത്. പിന്നീട് ദേവികയും സിദ്ധുവും കൂടി സംസാരിക്കുകയാണ്. ദേവികയ്ക്ക് പ്രേമയ്ക്ക് ഇപ്പോൾ അസുഖമൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ. അപ്പോഴാണ് ദേവികയുടെ മനസ്സിൽ പ്രേമയ്ക്ക് വാക്ക് കൊടുത്തതിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അങ്ങനെ ദേവിക പതറുന്നത് കാണുമ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, എന്താണ് ദേവിക, എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, സിദ്ധു എന്നോടൊപ്പം ഒന്ന് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ് 2 പേരും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ദേവിക, എന്താണ് നിന്നോട് എനിക്ക് പറയാനുള്ളത്. അത് പിന്നെ സിദ്ധു, ആ ശരത്തിനെ കൊണ്ടുള്ള ശല്യം കൂടി വരികയാണ്. അവനെ കൊണ്ടുള്ള ശല്യം ഒന്ന് നിർത്തണം. അതിനിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അതിപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അല്ല സിദ്ധു, ഞാൻ തീരുമാനിച്ചത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ എന്ന്. നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാനോ? ആ, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായും ശരത്തും ആ വീട്ടിൽ നിന്നും ഇറങ്ങും. അതോടുകൂടി ആ വീട്ടിലുള്ളവർക്കെങ്കിലും സമാധാനം കിട്ടുമല്ലോ. അപ്പോൾ സിദ്ധു പറയണ, അതിനു വേണ്ടിയല്ലല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അവനെ നമ്മൾ അകത്താക്കുക തന്നെ ചെയ്യും. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നീ ഇപ്പോൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ പിന്നെ എവിടെ പോയി താമസിക്കും? അല്ല വല്ല ഹോസ്റ്റലിലെങ്ങാനും പോയി താമസിച്ചാൽ പോരെ? അതൊന്നും ശരിയാവില്ല ദേവിക, നീ അവിടെ തന്നെ ഉണ്ടാവണം. എന്നിട്ട് ആ ശരത്തിനുള്ള പണി നമ്മൾ കൊടുത്തിരിക്കും. നീ തന്നെയല്ലേ പറയാറ്, നീ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ പിന്നെ ശരത്തും ഇറങ്ങുമെന്ന്. പിന്നെ ശരത്തിനെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? അതുപോലെ നീ ആ വീട്ടിൽ നിന്നും ശരത്തിനെ ഇറക്കി വിടാത്തത് എന്തുകൊണ്ടാണ്? ശരത്ത് നിൻ്റെ കൺമുന്നിൽ തന്നെ വേണമെന്ന് കരുതിയിട്ടല്ലേ? അപ്പോഴല്ലേ നമുക്ക് അവനെ കൊടുക്കാൻ കഴിയൂ എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ പെട്ടെന്ന് നീ എന്തിനാ ഇങ്ങനെ തീരുമാനം മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എങ്കിൽ സിദ്ധു പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ എന്നങ്ങ് പറയുകയാണ് കേട്ടോ. അങ്ങനെ ദേവികയും സിദ്ധുവും പിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പ്രേമയെക്കുറിച്ച് ഡിസ്ചാർജ് ചെയ്തതിനെക്കുറിച്ച് പറയാൻ വേണ്ടി. എന്നിട്ട് പ്രേമയെ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറയുകയാണ്. ഞാൻ കുറച്ച് മരുന്നുകളൊക്കെ എഴുതാമെന്ന് പറയുമ്പോൾ ദേവിക പറയാണ്, കൂടുതൽ മരുന്നുകളൊന്നും എഴുതേണ്ട ഡോക്ടർ എന്ന് പറയും. അതെന്താ ദേവിക അങ്ങനെ പറയാം? അല്ല ഒന്നുമല്ല, കൂടുതൽ പരിചരണമല്ലേ ഇപ്പോൾ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആ, ഞാൻ അങ്ങനെ തന്നെയാണ് എഴുതുന്നുള്ളൂ. അല്ല ആരുമായിട്ടാണ് ഇപ്പോൾ പ്രേമയ്ക്ക് കൂടുതൽ അടുപ്പമുള്ളതെന്ന് ചോദിക്കുമ്പോൾ സിദ്ധു ദേവികയെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് സിദ്ധു പറയണ, എല്ലാവരോടും പ്രേമിച്ചിക്ക് നല്ല അടുപ്പമാണ്. പക്ഷേ ഇപ്പോൾ വെച്ച് കൂടുതൽ അടുപ്പം ദേവികയോടാണെന്ന് പറയുമ്പോൾ, എങ്കിൽ ദേവികയ്ക്ക് രാവിലെയും വൈകുന്നേരവും പ്രേമയുമായിട്ട് ഒന്ന് കൂടുതൽ അടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു ദേവികയെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക പറയും, അതിനെന്താ, ഞാൻ പ്രേമേച്ചിയെ നോക്കിക്കോളാം, ഞാൻ തന്നെ പ്രേമേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നോക്കിക്കോളാം എന്ന് ദേവിക പറയട്ടോ. അങ്ങനെ ഡോക്ടർ പറയുകയാണ്, എങ്കിൽ എത്രയും പെട്ടെന്ന് പ്രേമയുടെ അസുഖം മാറുമെന്നുള്ളത് ഉറപ്പാണ്, പ്രേമ സംസാരിച്ചു തുടങ്ങും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ
അങ്ങനെ പ്രേമയെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രേമയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ദേവികയും ഇനി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് നിരഞ്ജൻ്റെ അടുത്തേക്ക് അക്ഷര ചെല്ലുകയാണ്. എന്നിട്ട് നിരഞ്ജൻ അക്ഷരയോട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എന്തിനാണ് സാർ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി പോയത്? എനിക്കത് ഇഷ്ടമില്ല. എൻ്റെ അമ്മയെ പോയി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ഷര പറയണ, അയ്യോ ഞാനതൊന്നും അറിഞ്ഞില്ല. നീ അഭിനയിക്കേണ്ട, നീ അഭിനയിക്കാൻ കേമത്തിയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് സാർ ഇവിടെ നിന്നും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിൻ്റെ ഡാഡിയോട് പറഞ്ഞേക്ക്. എൻ്റെ അമ്മ ഇവിടെ 2-3 ദിവസം നിൽക്കാൻ വന്നപ്പോൾ എൻ്റെ അമ്മയെ ഏൽപ്പിച്ച് പറഞ്ഞു വിട്ടതാണ്. അതൊരിക്കലും ഞാൻ മറക്കില്ല. അതുകൊണ്ട് ഇനി മേലിൽ നിൻ്റെ ഡാഡി എൻ്റെ അമ്മയെ പോയി കാണാൻ പാടില്ല. എനിക്കത് ഇഷ്ടമില്ല. എൻ്റെ അമ്മയ്ക്കും അത് ഇഷ്ടമല്ല എന്ന് പറയട്ടെ. അപ്പോൾ അക്ഷര പറയണേ, എനിക്കറിയില്ലായിരുന്നു ഡാഡി ഇവിടെ നിന്ന് പോകുമ്പോൾ. ഞാൻ കരുതിയത് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണെന്നാണ്. പക്ഷേ അമ്മയെ കാണാനാണ് പോകുന്നതെങ്കിൽ ഞാൻ ഉറപ്പായും തടഞ്ഞേനെ എന്ന് പറയുമ്പോൾ എനിക്കതിലൊരു വിശ്വാസവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അക്ഷര പറയണം, അപ്പോൾ എന്നെയും നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇനി എൻ്റെ അമ്മയെ ആരും ഇവിടെ നിന്നും പോയി കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിരഞ്ജൻ അങ്ങ് പോവാം കേട്ടോ. അപ്പോൾ നല്ല ദേഷ്യത്തിലാണ് അക്ഷരയോട് സംസാരിക്കുന്നത്. അങ്ങനെ നിരഞ്ജന് അക്ഷരയോട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്. എന്നിട്ട് അതൊന്നും പുറത്ത് കാണിക്കാതെ നിരഞ്ജൻ അങ്ങ് പോവുകയാണ്. അങ്ങനെ അക്ഷര കണ്ണുകളൊക്കെ നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് റൂമിലെത്തിയ ശേഷം അക്ഷര നിരഞ്ജൻ്റെ ഫോണ് കാണുമ്പോൾ ആ ഫോണ് തുറന്ന് മാലിനിയുടെ നമ്പർ തരുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് ഇനി അക്ഷരയുടെ അടുത്തേക്ക് നിരഞ്ജൻ വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.